സിദ്ദിഖിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരാനുള്ളത്. കൊച്ചി കാക്കനാടുള്ള സിദ്ദിഖിൻ്റെ വസതിയുടെ മുന്നിൽ നിന്നും മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ മുരളി, ഇപ്പോൾ സിദ്ദിഖിൻ്റെ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ആണ്. അദ്ദേഹം എവിടെയാണ് എന്നറിയില്ല. ലുക്കൗട്ട് ഓർഡിനൻസ് പോലീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു. മുകേഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. പക്ഷേ അദ്ദേഹം എവിടെയാണ് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല. കൂടുതൽ എന്തെല്ലാം വിവരങ്ങളാണ് കാക്കനാട്ടെ മുകേഷിൻ്റെ വസതിയുടെ മുന്നിൽ നിന്നും നൽകാൻ കഴിയുന്നത്? മിഥുൻ മുരളി. വിനോദ്, ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ലൈംഗികാരോപണങ്ങളിൽ ഏറ്റവും പ്രബലമായതും ഏറ്റവും തെളിവുകൾ ശക്തമായതുമായിട്ടുള്ള ഒരു കേസ് ഉണ്ടായത് സിദ്ദിഖിനെതിരെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി സിദ്ദിഖിൻ്റെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തത്. എത്രയും വേഗം തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായി അതിനുള്ള ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അന്വേഷണ സംഘം. സിദ്ദിഖിനെ എത്രയും വേഗം തന്നെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള നിർദ്ദേശവും കൊച്ചി പോലീസിനും ഒപ്പമുള്ള അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കും നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ടോ എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നിൽക്കുന്നത് കാക്കനാട് പടനിലത്തുള്ള കൊച്ചി നഗരത്തോട് ചേർന്നുള്ള സിദ്ദിഖിൻ്റെ വീടിന് മുൻപിലാണ്. ഇവിടെ വീട് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ആരും തന്നെയില്ല. ഗേറ്റ് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം വരെ സിദ്ദിഖ് ഈ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം കവിയൂർ പൊന്നമ്മയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് സിദ്ദിഖ് പൊതുവേദിയിൽ വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. കൊച്ചിയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വിലയിരുത്തലുകൾ അന്വേഷണ സംഘത്തിന് ഉണ്ട്. അന്നാണ് സിദ്ദിഖ് അവസാനമായി ഒരു പൊതുവേദിയിൽ കൊച്ചി കളമശ്ശേരി ടൗൺ ഹാളിൽ നടന്ന പൊതുദർശന സമയത്ത് എത്തിയത്. അതിനു മുൻപ് ഷൂട്ടിംഗ് തിരക്കുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അധികം സജീവമല്ലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം വരെ, ഇന്നലെ രാത്രി വരെ സിദ്ദിഖ് ഈ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ അന്വേഷണ സംഘത്തിന് സിദ്ദിഖ് ഏത് മേഖലയിലാണ് ഉള്ളത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നതും വ്യക്തത ഇല്ല. എന്തായാലും ഈ ഒരു മുൻകൂർ ജാമ്യം അപേക്ഷ നിലനിൽക്കുന്ന സമയത്ത് പോലീസ് എന്തായാലും സിദ്ദിഖിൻ്റെ ഒരു അന്വേഷണ പരിധിയിൽ നിൽക്കുന്ന ഒരു പ്രതി പട്ടികയിലുള്ള ആളെന്ന നിലയിൽ സിദ്ദിഖിൻ്റെ സഞ്ചാരപാത അല്ലെങ്കിൽ സിദ്ദിഖിനെ നിരീക്ഷിക്കേണ്ട ഒരു ചുമതല പോലീസിന് അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നു. ആ അന്വേഷണ സംഘത്തിന് അത്തരത്തിലുള്ള ഒരു രീതി പിന്തുടരുന്നതിൽ, സിദ്ദിഖിനെ നിരീക്ഷണത്തിൽ വയ്ക്കുന്നതിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇനി എടുത്ത് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സിദ്ദിഖിൻ്റെ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് പുറത്തുവിടാത്തതാണെങ്കിൽ അങ്ങനെയൊരു പ്രശ്നം ഉദിക്കുന്നില്ല. അല്ലെങ്കിൽ ഇത് അന്വേഷണ സംഘത്തിന് നേരെ, പോലീസിന് നേരെ ഉയർന്നു വരുന്ന ഒരു വിമർശനമായും ഉണ്ടാകും. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയം വരെയും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പ്രതിപട്ടികയിൽ പ്രതി ചേർത്തിരിക്കുന്ന ഒരാൾ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ ഉണ്ടാകണം എന്നുള്ള ഒരു വിമർശനം ഇനി പോലീസിന് നേരെ, അന്വേഷണ സംഘത്തിന് നേരെ ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. എന്തായാലും കൊച്ചിയിൽ തന്നെ സിദ്ദിഖ് ഉണ്ട് എന്നുള്ള ചില വിവരങ്ങളാണ് ലഭിക്കുന്നത്. ചില ഹോട്ടലുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. സിദ്ദിഖിൻ്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. സിദ്ദിഖ് എത്തപ്പെടാൻ സാധ്യതയുള്ള ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവരുടെ വീടുകൾ, ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു ഹോട്ടൽ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇപ്പോൾ അന്വേഷണം വ്യാപകമായി പുരോഗമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊച്ചി നഗരത്തോട് ചേർന്നുള്ള ഒരു ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ടെന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നുള്ള ചില വിവരങ്ങളും സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങളും നമുക്ക് ഈ സമയത്ത് ലഭിക്കുന്നുണ്ട്. എന്തായാലും പ്രബലമായിട്ടുള്ള, ഏറ്റവും ശക്തമായിട്ടുള്ള, നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഒരുപറ്റം മുകേഷ്, സിദ്ദിഖ്, ജയസൂര്യ ഉൾപ്പെടെയുള്ള ചില നടന്മാർക്കെതിരെ ഉയർന്നു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഉയർന്നു വന്ന ആ ആരോപണങ്ങളിൽ, പരാതികളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള തെളിവുകൾ, സാധൂകരിക്കപ്പെടുന്ന തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് സിദ്ദിഖിൻ്റെ കേസിലാണ്. നേരത്തെ പരാതിക്കാരിയായിട്ടുള്ള തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള നടി നൽകിയിരിക്കുന്ന പരാതിയിൽ അവർ നൽകിയിരിക്കുന്ന മൊഴി സാധൂകരിക്കുന്ന രീതിയിലുള്ള പല തെളിവുകളും സിദ്ദിഖിൻ്റെ കേസിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. പീഡനം നടന്നു എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഹോട്ടൽ, ആ ഹോട്ടലിൽ അവർ പരാതിക്കാരി പറഞ്ഞിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന ചില അടയാളങ്ങൾ, ആ ഹോട്ടലിൻ്റെ റൂമിൽ നിന്നും പുറത്തേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ചില കാര്യങ്ങളും അടയാളങ്ങളുമൊക്കെ പരാതിക്കാരി ഈ മൊഴിയായിട്ട് നൽകിയിരുന്നു. ഈ മൊഴികൾ സാധൂകരിക്കപ്പെടുന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ, കാര്യങ്ങൾ, തെളിവുകൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഒപ്പം തന്നെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ഈ പരാതിക്കാരി പോവുകയും അതിൻ്റെ സംബന്ധിച്ചിട്ടുള്ള തെളിവുകളടക്കം നൽകുവാനും കണ്ടെത്തുവാനും അന്വേഷണ സംഘത്തിന് സാധിച്ചു. അങ്ങനെ പ്രബലമായിട്ടുള്ള, സാധൂകരിക്കപ്പെടാൻ സാധ്യതയുള്ള മൊഴികളുമായി ചേർത്ത് വെക്കാൻപ്പെടാൻ കഴിയുന്ന തെളിവുകൾ ലഭിച്ചു എന്നുള്ളതാണ് സിദ്ദിഖിൻ്റെ കേസിൽ ഏറെ നിർണായകമായി മാറുകയും ചെയ്തത്. എന്തായാലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. പല ഹോട്ടലുകൾ, വീടുകൾ, സിദ്ദിഖ് എത്തിപ്പെടാൻ സാധ്യതയുള്ള സുഹൃത്തുക്കളുടെ, ബന്ധുമിത്രാദികളുടെ വീടുകളും
ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യാപകമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുന്നു. ഇന്നലെ വൈകിട്ട് വരെ സിദ്ദിഖ് ഈ വീട്ടിൽ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പടനിലത്തെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരവും ലഭിക്കുന്നു. സെക്യൂരിറ്റി ഉൾപ്പെടെ ഇവിടെ ഇപ്പോൾ ഇല്ല. വീട് പൂർണ്ണമായും അടച്ചിട്ട നിലയിലാണ്. ഗേറ്റ് ഉൾപ്പെടെ അടച്ച് പൂട്ടിയിട്ടിരിക്കുന്നു. ഏത് ഭാഗത്തായിരിക്കും സിദ്ദിഖ് ഉണ്ടായിരിക്കുന്നത് എന്ന് സംബന്ധിച്ച് അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിദ്ദിഖിൻ്റെ ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, അദ്ദേഹം എത്തിപ്പെടാൻ സാധ്യതയുള്ള മറ്റ് മേഖലകൾ, അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനെ സമീപിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നു. സുപ്രീം കോടതിയിലേക്ക് സിദ്ദിഖ് പോകുന്നതിനുള്ള കാര്യങ്ങൾ, മുന്നൊരുക്കങ്ങൾ ഇതിനോടകം തന്നെ പുരോഗമിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ മാത്രമായിരിക്കും സുപ്രീം കോടതി കേസ് പരിഗണിച്ച് ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാക്കുക. അപ്പോൾ അത്രയും സമയം മാറി നിൽക്കാനുള്ള ഒരു ശ്രമമാണോ സിദ്ദിഖ് നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയാണെങ്കിൽ അതിന് മുൻപായിട്ട് തന്നെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും നടത്തുന്നുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി സിദ്ദിഖിനെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അത് അന്വേഷണ സംഘത്തിൻ്റെ, പോലീസിൻ്റെ ഒരു വീഴ്ചയായിട്ടും വിലയിരുത്തപ്പെടും. വിനോദ്. തീർച്ചയായും മിഥുൻ മുരളി, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുകേഷ് MLA അങ്ങനെയാണ് ഇപ്പോൾ രക്ഷപ്പെട്ടു നിൽക്കുന്നത്. അദ്ദേഹം മുൻകൂർ ജാമ്യം നേടിയതുകൊണ്ട് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടും അദ്ദേഹം ജയിലിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നിയമ പരിരക്ഷ നേടാനുള്ള ശ്രമം തന്നെയായിരിക്കുമല്ലോ സിദ്ദിഖും തുടരുന്നത്. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ പരാതി വ്യാജമാണ്, തന്നെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്ന തെറ്റായ കള്ളപ്രചാരണങ്ങളാണ്, ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഉയർന്ന നീതിന്യായ പീഠത്തെ, നേരത്തെ മിഥുൻ മുരളി സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നിരസിക്കപ്പെടുന്നു. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്നും ഒരു മുൻകൂർ ജാമ്യം നേടാനുള്ള ശ്രമങ്ങളായിരിക്കുമല്ലോ സ്വാഭാവികമായും സിദ്ദിഖ് നടത്തുക. മിഥുൻ മുരളി. സിദ്ദിഖ് ഇതിനോടകം തന്നെ സമീപിച്ചിട്ടുണ്ട്. ഈ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നത് പിന്നീടാകും. പക്ഷേ ഈ ഒരു കാലയളവിൽ സുപ്രീം കോടതിയിൽ പോയി ഇത്തരത്തിലുള്ള ഒരു ഹർജി നൽകി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി സിദ്ദിഖ് മുന്നോട്ട് പോകുന്നതിന് മുൻപായിട്ട് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. ആ ഒരു കാലയളവ് കുറയ്ക്കുക, ആ സമയത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ള കാര്യം തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിനോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസ് ആദ്യം മുന്നോട്ട് വന്ന സമയത്ത് 2016 മുതലുള്ള കാലഘട്ടത്തിൽ സിദ്ദിഖുമായി പരിചയമുണ്ടായിരുന്നു. ആ സമയത്ത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് ലൈംഗിക പീഡനം നടത്തി സിദ്ദിഖ് ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് ഈ പരാതിക്കാരിയായ നടിയുടെ പരാതി. ആ പരാതിയിൽ പറയുന്ന ആ കാലയളവ് വളരെ മുൻപുള്ള വർഷങ്ങളിലായതുകൊണ്ട് തന്നെ സാധൂകരിക്കപ്പെടാവുന്ന തെളിവുകളൊന്നും ഉണ്ടാവുകയില്ല. ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പരാതി ഉയർന്നു വരുന്നത് അടക്കമുള്ള ചില വാദങ്ങളായിരുന്നു സിദ്ദിഖ് ആദ്യഘട്ടത്തിൽ ഉയർത്തിയത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നതടക്കം തെളിവുകൾ ഒന്നുമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു പരാതിയെ സാധൂകരിക്കാനാണ് സിദ്ദിഖ് ശ്രമിച്ചത്. മറ്റ് നടന്മാർ ചെയ്യുന്നത് പോലെ തന്നെ അത്തരത്തിൽ തന്നെയായിരുന്നു സിദ്ദിഖിൻ്റെ നീക്കം. പക്ഷേ അതിനുശേഷം കൃത്യമായി തന്നെ തെളിവുകൾ സഹിതം ഈ നടി മുന്നോട്ട് വരുന്നു. തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറുന്നു. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ സംബന്ധിച്ചിട്ടുള്ള അടയാളങ്ങൾ, ആ ദിവസം ധരിച്ചിരുന്ന ഡ്രസ്സ്, ആ ദിവസം എത്തിയത് സംബന്ധിച്ചിട്ടുള്ള സമയം, മറ്റ് വിവരങ്ങൾ, ആ ഒരു ഹോട്ടലിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ ഒരു സ്വിമ്മിംഗ് പൂള് കാണാം എന്നതടക്കമുള്ള ചില കൃത്യമായ വിവരങ്ങൾ മൊഴികളായിട്ട് ഈ നടി അന്വേഷണ സംഘത്തിന് നൽകുന്നു. ഈ അന്വേഷണ സംഘം ഈ നടി നൽകിയിരിക്കുന്ന മൊഴികൾ പ്രകാരം അന്വേഷണം നടത്തുമ്പോൾ തെളിവുകൾ കൃത്യമായി തന്നെ ലഭിക്കുന്നു. ഈ ഒരു പീഡനം നടന്നതിന് ശേഷം നടി വൈദ്യസഹായം തേടിയതിൻ്റെ അടക്കമുള്ള തെളിവുകൾ മൊഴികളിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം തന്നെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിക്കുന്നു. ആ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഇത് കൃത്യമായി തന്നെ ഇങ്ങനെയൊരു കേസ് പ്രഥമ ദൃഷ്ട്യാ സിദ്ദിഖിനെതിരായിട്ടുള്ള ഒരു കേസാണെന്ന് ഹൈക്കോടതിക്ക് കണ്ടെത്താൻ സാധിക്കുന്നതും ആ തരത്തിൽ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് ഹൈക്കോടതി കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്നിരിക്കുന്ന ഓഗസ്റ്റ് 28-ാം തീയതിയാണ് സിദ്ദിഖിനെതിരെയുള്ള കേസ് പരാതി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ തിരുവനന്തപുരം സ്വദേശിയായ നടി നൽകുന്നത്. അതിനുശേഷമുള്ള ഏകദേശം ഒരു മാസക്കാലയളവിൽ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന സമയത്തെല്ലാം ഈ തെളിവുകൾ സാധൂകരിക്കപ്പെടുന്ന, തെളിവുകളുമായി കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്ന, തെളിവുകളുമായി ചേർത്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, മൊഴികളുമായി ചേർത്ത് വെക്കാൻ പറ്റുന്ന തെളിവുകൾ ലഭിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത കാലത്ത് നടന്മാർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന, ഒരുപറ്റം നടന്മാർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആ ലൈംഗിക അതിക്രമ കേസുകളിൽ സിദ്ദിഖിൻ്റെ കേസ് പ്രധാനപ്പെട്ട ഒരു കേസായിട്ട്, അല്ലെങ്കിൽ തെളിവുകൾ കൃത്യമായി ലഭിച്ചിരിക്കുന്ന ഒരു കേസായിട്ട് മാറുകയും ചെയ്യുന്നത്. എന്തായാലും ഈ സിദ്ദിഖിനെ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്വേഷണ സംഘത്തിന് ഒരുപക്ഷെ കൊച്ചിയിൽ എവിടെയെങ്കിലും സിദ്ദിഖ് ഉണ്ടാകാം എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരം ഒരുപക്ഷെ ലഭിച്ചിട്ടുണ്ടാകും.
നടത്തിയിട്ടുണ്ടാകാം, അത് പുറത്തുവിടാത്തതായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യാപകമായ തിരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സിദ്ദിഖ് എത്തപ്പെടാൻ സാധ്യതയുള്ള ബന്ധുമിത്രാദികളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെയുള്ള വ്യാപകമായ തിരച്ചിൽ നടക്കുന്നുണ്ട്. ചില ഹോട്ടലുകളിൽ ഇദ്ദേഹമുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളും ഇപ്പോൾ പരക്കുന്നുണ്ട്. അവിടം കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെയുള്ള തിരച്ചിൽ വ്യാപകമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയും വേഗം തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാന കാര്യം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. ആ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്ന അത്രയും സമയം തന്നെ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അന്വേഷണ സംഘത്തിൻ്റെ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ അദ്ദേഹം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അങ്ങനെയൊരു നിരീക്ഷണം പോലീസിന് നടത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ കൃത്യമായി നിർവഹിക്കാൻ സാധിച്ചില്ല എന്നത് അന്വേഷണ സംഘത്തിന് മേൽ വരുന്ന ഒരു പ്രധാന വിമർശനമായി ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ എത്രയും വേഗം തന്നെ കണ്ടെത്തുക, അറസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്കാണ്, അത് സംബന്ധിച്ചിട്ടുള്ള നടപടികളിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ എത്തി ഈ ജാമ്യഹർജിയുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത നടപടികളിലേക്ക് സിദ്ദിഖ് കടക്കും മുൻപ് തന്നെ ആ കാലയളവ് തടഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കേസിൽ പ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യമായിട്ട് നിലനിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ വ്യാപകമായിട്ടുള്ള തെരച്ചിലാണ് കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുകേഷിൻ്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന കാര്യം നടക്കുന്നു ഒരു വശത്ത്, അതിനോടൊപ്പം തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് സിദ്ദിഖിന് വേണ്ടിയുള്ള അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വിനോദ്. തീർച്ചയായും മിഥുൻ മുരളി, സിദ്ദിഖിൻ്റെ ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത് സിദ്ദിഖിൻ്റെ ഫോൺ നമ്പറുകളെല്ലാം സ്വിച്ച് ഓഫ് ആണ്, അദ്ദേഹം എവിടെയാണ് എന്നറിയില്ല, അദ്ദേഹത്തെ അന്വേഷിച്ചു വരുന്നു. ലുക്കൗട്ട് ഓർഡിനൻസ് പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഒക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. അദ്ദേഹം വിദേശത്തേക്ക് കടക്കാനുള്ള സാഹചര്യമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയാണ് അന്വേഷണ സംഘം അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സിദ്ദിഖിനെ കൃത്യമായി ഇത്രയും അറിയപ്പെടുന്ന ഒരു നടൻ കേരളത്തിൽ ഉണ്ട്. ഇന്നലെയും പൊതുപരിപാടികൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ളത് തന്നെയല്ലേ അന്വേഷണ സംഘത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ സമീപനം? തീർച്ചയായും വിനോദ്, നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും ഒന്ന്, ഈ അന്വേഷണ സംഘത്തിന് സിദ്ദിഖ് എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാം, അത് പുറത്തുവിടാത്തതായിരിക്കാം. കൊച്ചിയിൽ തന്നെ അദ്ദേഹം ഉണ്ടാകാനുള്ള സാധ്യതകളാണുള്ളത്. ഇന്നലെ വൈകിട്ട് വരെ ഈ വീട്ടിൽ പടനിലത്തെ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. 2 വീടുകളാണ് കൊച്ചിയിൽ സിദ്ദിഖിനുള്ളത്. ആലുവയിലെ കുടുംബ വീടും ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പടനിലത്തെ ഈ വീടും. ഈ വീട്ടിലായിരുന്നു സിദ്ദിഖ് ഇന്നലെ വൈകിട്ട് വരെ ഉണ്ടായിരുന്നത്. കളമശ്ശേരി ടൗൺ ഹാളിൽ കവിയൂർ പൊന്നമ്മയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച സമയത്ത് അവസാനമായി അദ്ദേഹം ഒരു പൊതുവേദിയിൽ എത്തിയ സാഹചര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടല്ല, കൊച്ചിയിലുള്ള ഏതെങ്കിലും കുടുംബ വീട്, സുഹൃത്തുക്കളുടെ വീട്, മറ്റ് ബന്ധുമിത്രാദികളുടെ വീടുകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, അഭിഭാഷകനെ കാണാനുള്ള ഒരു സാധ്യത, ഒരു ഹോട്ടലിൽ അദ്ദേഹം തങ്ങുന്നു എന്നുള്ള അഭ്യൂഹം ഉണ്ടാകുന്നു. അപ്പോൾ ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് അദ്ദേഹം എവിടെയാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള ചില വിവരങ്ങൾ ഒരുപക്ഷെ ലഭിച്ചിട്ടുണ്ടാകാം, അത് പുറത്തുവിടാത്തതായിരിക്കാം. ഇനി അങ്ങനെയല്ല, അന്വേഷണ സംഘവും കാടടച്ച് സിദ്ദിഖിന് വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു വലിയ വിമർശനമായിട്ട് ഇനിയുള്ള ഘട്ടത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യത. നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിൽ നിരീക്ഷണത്തിൽ ഉണ്ടാകേണ്ട ആളാണ്, പ്രതി ചേർക്കപ്പെട്ട ആളാണ്, ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ്. അപ്പോൾ ആ ഒരു പരിധിയിൽ ഉണ്ടാകേണ്ടതാണ്, പക്ഷേ അത് ഉണ്ടായില്ല. അങ്ങനെ ഒരു വിമർശനം ഇനിയുള്ള ഘട്ടത്തിൽ ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ 2 വീടുകളിലും സിദ്ദിഖില്ല. ഇന്നലെ വൈകിട്ട് വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വിവരമുണ്ട്, പക്ഷേ ഇവിടെയില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എങ്ങോട്ടാണ് മാറിയിരിക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിന് സിദ്ദിഖ് നിലവിൽ കാക്കനാട്ടെ വസതിയിലില്ല, അദ്ദേഹം ഒളിവിലാണെന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ആണ്. മിഥുൻ, ഇവിടെ സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ സ്ത്രീപീഡന കേസാകുമ്പോൾ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ മുകേഷ്, സമാനമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് അറസ്റ്റിലായ മുകേഷിന് ചില ഇളവുകൾ ലഭിക്കുന്നു. ആ ഇളവുകൾ മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിനാലാണ്. പക്ഷേ സിദ്ദിഖിന് അങ്ങനെ ഒരു ആനുകൂല്യം ലഭിക്കുന്നുമില്ല. സ്വാഭാവികമായും സിദ്ദിഖിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ റിമാൻഡ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ മിഥുൻ മുരളി? വിനോദ്, അതുതന്നെയാണ്. ദിലീപിൻ്റെ കേസിന് ശേഷം കോടതി പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാകുന്ന ഒരു കേസായിട്ട് ഇത് മാറും. സിദ്ദിഖിൻ്റെ കേസ് റിമാൻഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. ജയിലിൽ പോകുന്ന മറ്റൊരു പ്രധാന നടനായിട്ട് സിദ്ദിഖ് മാറുകയും ചെയ്യും. അതുതന്നെയാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എടുത്ത് പറയുവാൻ സാധിക്കുന്ന വിഷയവും. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, പലതവണ പറഞ്ഞതുപോലെ തന്നെ, സിദ്ദിഖിൻ്റെ കേസിൽ ഒരുപറ്റം നടന്മാർക്കെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്
തെളിവുകൾ അടങ്ങുന്ന കാര്യങ്ങൾ, പ്രബലമായ തെളിവുകൾ അടങ്ങുന്ന കാര്യങ്ങൾ സിദ്ദിഖിനെതിരെയുള്ള കേസിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പരാതിക്കാരിയായ തിരുവനന്തപുരം സ്വദേശിയായ നടി നൽകിയിരിക്കുന്ന മൊഴികൾ, ആ മൊഴികൾക്ക് കൃത്യമായി തന്നെ തെളിവുകളും കണ്ടെത്താൻ സാധിച്ചു. ആ പീഡനം നടന്ന ദിവസവും, ആ ദിവസം അവർ ധരിച്ച വസ്ത്രം, ആ പീഡനം നടന്ന ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക്, ആ മുറി പീഡനം നടന്നു എന്ന് പറയുന്ന ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളടക്കമുള്ള വിശദാംശങ്ങളാണ് ഈ പരാതിക്കാരി അന്വേഷണ സംഘത്തിന് മൊഴിയായി നൽകിയത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ഹോട്ടലിലെത്തി, തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലെത്തി അന്വേഷണ സംഘം പരിശോധന നടത്തിയപ്പോൾ കൃത്യമായി തന്നെ മൊഴിയുമായി ചേർത്ത് വായിക്കാൻ കഴിയുന്ന കൃത്യമായ തെളിവുകളും പോലീസിന് ലഭിച്ചു. അവർ പറഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറം, അവർ എത്തിയിരിക്കുന്ന ദിവസം, തീയതി, ആ ഹോട്ടൽ രജിസ്റ്ററിൽ ഇരുവരും ആ ദിവസം ഉണ്ടായിരുന്നു എന്ന് വെളിവാക്കുന്ന കാര്യങ്ങൾ ഹോട്ടൽ രജിസ്റ്ററിൽ നിന്നും കണ്ടെത്താൻ സാധിക്കുന്നു. ഇവർ മൊഴിയിൽ നൽകിയിരിക്കുന്നത് പോലെ തന്നെ പീഡനം നടന്ന മുറി, ആ മുറിയിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂൾ കാണാൻ സാധിക്കുന്നു. ഈ പീഡനത്തിനു ശേഷം പരാതിക്കാരി വൈദ്യസഹായം തേടിയതായി പോലീസിന് മൊഴി നൽകിയിരുന്നു, അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. അവർ പറഞ്ഞിരിക്കുന്ന ദിവസം ഈ വൈദ്യസഹായം നേടിയതിൻ്റെ തെളിവുകൾ, അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു എന്നതാണ് സിദ്ദിഖിനെതിരെയുള്ള കേസ് മറ്റ് നടന്മാർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന കേസുകളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായിട്ട്, പ്രധാനപ്പെട്ട ഒരു ആരോപണമായിട്ട്, പരാതിയായിട്ട് മാറുന്നത്. മറ്റ് നടന്മാർക്കെതിരെ, മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന കേസുകളിൽ ഇത്രയും ശക്തമായിട്ടുള്ള, ഇത്രയും ആധികാരികം അല്ലെങ്കിൽ ഈ മൊഴികളുമായി രീതിയിലുള്ള തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അന്വേഷണം മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ, പക്ഷേ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ അതല്ല സംഭവിച്ചിരിക്കുന്നത്. പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത് പ്രകാരമുള്ള തെളിവുകൾ, മൊഴികൾ എല്ലാം ലഭിച്ചിരിക്കുന്നു. ഈ 1 മാസ കാലയളവുകളുണ്ട്. ഓഗസ്റ്റ് 28-നാണ് തിരുവനന്തപുരം കൻ്റോൺമെൻറ്റ് മ്യൂസിയം പോലീസ് സിദ്ദിഖിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ 1 മാസം കൊണ്ടുള്ള സമയത്ത് കൃത്യമായി തന്നെ തെളിവുകളും മൊഴികൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള തെളിവുകൾ കൃത്യമായി തന്നെ കണ്ടെത്തി. ആ കണ്ടെത്തിയ തെളിവുകൾ ഹൈക്കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ പ്രതി ചേർക്കപ്പെടുന്നതിന്, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്നതിന് കൃത്യമായി തന്നെ അനുമാനിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തിരിക്കുന്നു. അതാണ് സിദ്ദിഖിൻ്റെ കേസിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാക്കി മാറ്റുന്നത്. ദിലീപ് കേസിന് ശേഷം 2017 ദിലീപ് ജയിലിൽ പോകുന്ന ആ കേസിന് ശേഷം ഇനി ഒരുപക്ഷെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ജയിലിൽ പോകേണ്ടി വരുന്ന ഒരു നടനായിട്ട് സിദ്ദിഖ് മാറിയേക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട മലയാള സിനിമയും കേരളവും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇത് മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കണ്ടെത്തുക, അദ്ദേഹത്തെ ഉടൻ അറസ്റ്റ് ചെയ്യുക, ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുക എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം, കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ഒരു നീക്കം തന്നെയാണ്. സുപ്രീം കോടതിയിലേക്ക് അദ്ദേഹം പോയി ഈ അറസ്റ്റ് തടയുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് തന്നെ അറസ്റ്റ് ചെയ്യേണ്ടത് അന്വേഷണ സംഘത്തെ, കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. ആ കാലയളവ് തടയുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തിടുക്കപ്പെട്ട് തന്നെ അദ്ദേഹത്തെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ 2 അനുമാനങ്ങളിൽ എത്തിയിരുന്നു. ഒന്നെങ്കിൽ അന്വേഷണ സംഘത്തിന് കൊച്ചിയിൽ സിദ്ദിഖ് ഉണ്ടാകാം എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ടാകാം, ഒരുപക്ഷെ അത് പുറത്ത് വിടാതിരിക്കുന്നതാകാം, അദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാകാം അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ രണ്ടാമത്തെ അനുമാനപ്രകാരം ഇത് അദ്ദേഹം ഒളിവിലായിരിക്കാം, എവിടെയാണ് എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് പോലും ലഭിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ രണ്ടാമത്തെ അനുമാനപ്രകാരമാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് കേരള പോലീസിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനമായി ഉയർന്നു വരുന്ന ഘട്ടത്തിലേക്ക് പോകും. നേരത്തെ പലവട്ടം പറഞ്ഞതുപോലെ തന്നെ അത് ഒരു പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്ന ഒരു വ്യക്തി, പ്രധാനമായും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തി നിരീക്ഷണത്തിൽ ഉണ്ടാകേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അങ്ങനൊരു നിരീക്ഷണത്തിലേക്ക് വെക്കാൻ കേരള പോലീസിന് കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അത് ഒരു പ്രധാനപ്പെട്ട വിമർശനമായിട്ട് ഇനിയുള്ള ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്യും. എന്തായാലും അദ്ദേഹത്തെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. 2 വീടുകളിലുമില്ല. വടനിലത്തെ വീട് പൂർണ്ണമായും അടച്ച് പൂട്ടിയിട്ടിരിക്കുന്നു, ഗേറ്റ് ഉൾപ്പെടെ പൂട്ടിയിട്ടിരിക്കുന്നു. സെക്യൂരിറ്റിക്ക് ഇരിക്കുന്നതിനുള്ള ക്യാമ്പിൻ ഉൾപ്പെടെ ഈ വീടിൻ്റെ മുൻഭാഗത്തുണ്ട്. പക്ഷേ അവിടെ സെക്യൂരിറ്റി ഉൾപ്പെടെ ആരുമില്ല. ഇന്നലെ വൈകിട്ട് വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദിയിൽ അദ്ദേഹം വരികയും ചെയ്തതാണ്. പ്രത്യേകിച്ചും കാക്കനാട്ടെ വസതിയിൽ സിദ്ദിഖ് ഇല്ല എന്നുള്ള വിവരങ്ങളാണ് ആ വീടിൻ്റെ മുമ്പിൽ നിന്നും മിഥുൻ മുരളി പങ്കുവെക്കുന്നത്. സിദ്ദിഖിനായിട്ടുള്ള അന്വേഷണം വളരെ ഊർജിതമാക്കി പോലീസ് മുന്നോട്ട് പോകുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുന്ന സാഹചര്യമാണ്.